ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ രണ്ടാമത്തെ മോന് വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി അവന് സ്കൂളില്ല, കാരണം 10ാം ക്ലാസ്സുകാരുടെ പരീക്ഷ നടക്കണ കാരണം അവന് സ്കൂളില്ല. ഇനി അവന് ചൊവ്വാഴ്ച തൊട്ടിട്ടാണ് പരീക്ഷ കേട്ടോ. അപ്പോൾ അവൻ പഠനത്തിൽ ഇത്തിരി ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സ്കൂളുകാർ പറഞ്ഞു IQ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്കൂളിൽ തന്നെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൂന്നാമത്തെ മോളെയും കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. LKG ആയിലാണ് അതിൻ്റെ അവർ ഈ IQ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ബി ക്ലാസ്സിലെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ റെസ്റ്റിംഗ് ആണ് കേട്ടോ. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് കഴിയുമ്പോൾ ചെല്ലാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു പുസ്തകവും പെൻസിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുസ്തകവും പെൻസിലും ഇവൾക്കാണ് ഇപ്പോൾ ആവശ്യം വന്നിരിക്കുന്നത്. ഇവളാണ് ഇവിടെ ഇരുന്ന് ഭയങ്കര എഴുത്തിൽ കേട്ടോ. അപ്പോൾ അവൻ അവിടെ വേണ്ടിയിരുന്നില്ല, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ആ പുസ്തകം ഇവളെടുത്ത് ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ LKG ക്ലാസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കി എന്താണ് അവിടെ നടക്കണേന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ടെസ്റ്റ് എന്ന് പറയണത് ഇങ്ങനെ ABCDയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ ചെക്ക് ചെയ്യണേ. അടിത്തറ ഉണ്ടോ, പിന്നെ പഠന വൈകല്യമാണ് കേട്ടോ ചെക്ക് ചെയ്യണേ. IQ ടെസ്റ്റ് അല്ല, പഠന വൈകല്യത്തിൻ്റെതായ പ്രോബ്ലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് കേട്ടോ അവർ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവള് ഭയങ്കര ബഹളമായ കാരണം പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ മനസ്സിൽ കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ചിന്തകൾ വന്നു. ഇനി എന്താണ് അവർ പറയുക, എന്ത് പ്രശ്നമാണാവോ ഇനി പറയുക, എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടാവുമോ അവന് എന്നൊക്കെ ഇങ്ങനെ ചിന്തകളിലൂടെ കടന്നു പോയിട്ടാണ്. അവിടെ ഇരിക്കുന്ന പാരൻസ് ആരും ഒന്നും മിണ്ടണില്ല കേട്ടോ. അവരെ മുഖമൊക്കെ മൂകമായിട്ടിരിക്കണം കേട്ടോ. അവരിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്, എന്താണ് പറയുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, എന്തായാലും വരാനുള്ളത് വന്നു, ഇനി അത് നമുക്കത് മുന്നോട്ട് നീങ്ങിയല്ലേ പറ്റുമോ. അപ്പോൾ അവന് എന്ത് കുറവുണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോവാം എന്നുള്ളൊരു ഉറച്ച ധൈര്യം എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ നല്ല സ്കൂളാണ്, മാനേജ്മെൻറ്റ് സ്കൂളാണ്. അപ്പോൾ അവരൊക്കെ ഫ്ലവേഴ്സ് എല്ലാത്തിനും ആൾക്കാരുണ്ട്, ഗാർഡനിങ് ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സിൻ്റെയൊക്കെ പിക്ചറൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാനും ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണ ഓരോ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ആകുലതപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടല്ലോ. ഞാൻ ചിന്തിച്ചു കൂട്ടിയപ്പോൾ ഒരു മിനിറ്റ് നേരത്തേക്ക് ഉണ്ടായൊരു ബോധോദയം പോലെയാണ് കേട്ടോ. ഞാനത് ഇങ്ങനെ ആലോചിച്ചത്. ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ അവൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവന് ഡിസബിലിറ്റി ഉണ്ട്, ഓൾറെഡി ഇത്തിരി ഡിസബിലിറ്റി ഉണ്ട് അവന്. എഴുത്തൊക്കെ അക്ഷരങ്ങളൊക്കെ തിരിച്ചിടുകയാണ്, പിന്നെ ഷോർട്ട് മെമ്മറിയാണ്. എന്നും അവനെ കൊണ്ട് പഠിപ്പിച്ച ഭാഗങ്ങൾ എന്നും പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന്. ഓൾറെഡി കുറേ പഠിക്കാനുണ്ട്, അതിൻ്റെ കൂടെ എന്നും റിപ്പീറ്റ് അടിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കേസല്ല. എന്നാലും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അവന് മെമ്മറിയിൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയപ്പൻ്റെ മോൻ്റെ കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞ് അവൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്ന് ഉണ്ണീനൊക്കെ എടുത്ത് സന്തോഷത്തിൽ അവൾ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ്റെയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പേടിക്കണ്ട, നമുക്ക് എല്ലാത്തിനും അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോരുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. ബൈ.